മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ നിരവധി രോഗികളുടെ ചികിത്സ, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സ മുടങ്ങുകയാണ് എന്ന പരാതിയുമായി രംഗത്ത് വന്ന ഡോക്ടർ ഹാരിസ്, അദ്ദേഹത്തിനെതിരെ സംസ്ഥാന സർക്കാർ പകരം വീട്ടുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം? ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? അതെ. CPM-നോടാണോ കളി? അല്ലേ? തീക്കട്ടയിൽ കയറി എറുമ്പരിക്കും. മാർക്സിസ്റ്റ് പക വളരെ പ്രസിദ്ധമാണ്. അതെ. പക്ഷെ ഡോക്ടർ ഹാരിസ് ഒരു സഖാവുമാണ്. അതങ്ങനെയാണ്, സഖാക്കളെ ദ്രോഹിക്കാനാണ് സഖാക്കൾ. ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ തന്നെയാണ്. നവീൻ ബാബു എന്തായിരുന്നു? അതെ, സഖാവായിരുന്നു. കറകളഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബമോ? അതെ, സമ്പൂർണ്ണമായിട്ടും സഖാക്കളാണ്. എന്നിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഗതി. ഡോക്ടർ ഹാരിസിന് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഹാരിസിൻ്റെ പിന്നിൽ ഒരു വലിയ ജനക്കൂട്ടം നിൽപ്പുണ്ട്, അറിയാമോ? നമ്മളൊക്കെ ഹാരിസിനോടൊപ്പം നിൽക്കുന്നവരാണ്. അതെ അല്ലേ? അതെ. കാരണം ഇദ്ദേഹം പറഞ്ഞ സഹായരായ, ദരിദ്രരായ, ചികിത്സയ്ക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത രോഗികൾക്ക് ഹാരിസിനെ പോലെയുള്ള ഡോക്ടർമാർ ദൈവങ്ങളാണ്. ദൈവം തന്നെയാണ്. അവരെയാണ് നമ്മൾ ദൈവതുല്യരായി കാണേണ്ടതെന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ നികുതി പണം എടുത്താണ് ഞാൻ പഠിച്ചത്, എനിക്കത് തിരിച്ച് എനിക്ക് സേവിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം. അതായത് സമ്പൂർണമായും ഒരു ആദർശനിഷ്ഠമായ ജീവിതം പുലർത്തുന്നയാളാണ്. ഇവിടെ ഇപ്പം നോക്കി, ഏതൊരു മലയാളിയുടെയും അവൻ ഈ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ നല്ല വിഹിതം ഇപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട അവസ്ഥയിൽ വലിയ സത്യമാണ്. ഇതിന് വേണ്ട തരത്തിൽ നമ്മുടെ പൊതുജന ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തി കൊണ്ടുവന്നാൽ ഈ സ്വകാര്യ ആശുപത്രികൾ നമ്മളെ പിഴിയത്തില്ല. പണമുള്ളവർ പൊയ്ക്കൊള്ളട്ടെ, അല്ലേ? അതെ. മന്ത്രിമാരും മുഖ്യനും ഒക്കെ വിദേശത്തേക്ക് പോകുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും വളരെ സാധാരണക്കാരും ഒക്കെ ആയിട്ടുള്ളവർക്ക് ആശ്രയം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും തന്നെയാണ്. ഇപ്പോൾ ഹാരിസ് പറഞ്ഞത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലായിരുന്നു എന്നാണ്. ശസ്ത്രക്രിയ പോയിട്ട് മരുന്നുകൾ പോലും ലഭ്യമല്ലാതിട്ടുള്ള എത്രയോ ഗവൺമെൻറ് ആശുപത്രികൾ കേരളത്തിലുണ്ടെന്നറിയാം. ഇപ്പോൾ ഹാരിസ് പറഞ്ഞ കാര്യം ഉള്ളത് തന്നെയാണ്. മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ഏതൊരാളും അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചിലർ ഉറക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് ഹാരിസ് അത് സമൂഹ മാധ്യമത്തിലൂടെ ഒന്ന് കുറിച്ചിട്ടത്. കൊള്ളേണ്ടവർക്ക് അത് കൊള്ളുകയും ചെയ്തു. നമ്മളെ ഏറെക്കാലം ചർച്ച ചെയ്തില്ലേ? അന്ന് നമ്മൾ പറഞ്ഞു ഹാരിസിനെ ഇവർ നോക്കി വെച്ചിട്ടുണ്ട്, കൊടുക്കും. ഇപ്പം എന്താണ്? ഒരു അന്വേഷണ സമിതിയെ അങ്ങോട്ടേക്ക് വിട്ടു. എന്താണ്? ശസ്ത്രക്രിയാ ഉപകരണങ്ങളൊക്കെ ഇല്ലായിരുന്നു, അതിൻ്റെ ഷോർട്ടേജ് കാരണം ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഡോക്ടർ ഹാരിസ് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർ ഹാരിസിനെ മാർക്സിസ്റ്റ് പാർട്ടി വർഗശത്രുവായി പ്രഖ്യാപിക്കുന്നു. ഇദ്ദേഹത്തെ ഇനിയിപ്പോൾ വർഗശത്രുവിനെ എന്ത് ചെയ്യണം? വർഗശത്രുവിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം. അങ്ങനെയാണല്ലോ VS വർഗശത്രു എന്നാണല്ലോ ആ ബക്കറ്റും തിരയും വെള്ളവും കൂടെ ചേർത്ത് വെച്ച് പിണറായി പറഞ്ഞത്. അതായത് ഈ കടലിന്റെ മാർത്തട്ടിലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ വെള്ളത്തിന് അലയ്ക്കാൻ കഴിയുള്ളൂ, തിരമാല ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ തിരമാലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബക്കറ്റിൽ കോരിക്കൊണ്ട് വന്നാൽ അത് വെറും വെള്ളമായിട്ട് അവിടെ കിടക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം VS ഈ പാർട്ടിയുടെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുകയല്ല, അതിൽ നിന്ന് വിഘടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വിഘടിച്ച് നിൽക്കുന്നവർ വർഗശത്രുക്കളാണ്. വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം. അത് ചെയ്ത് കാണിച്ചു കൊടുത്തല്ലോ. TP ചന്ദ്രശേഖരനോട് ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടു. കൃത്യമായിട്ടും ആ ഉന്മൂലന സിദ്ധാന്തം നടപ്പാക്കി അവിടെ പാർട്ടി. അത് സത്യത്തിൽ അതൊരു വലിയ ആപത്ശങ്ക ഉണ്ടാക്കുന്നു. ഡോക്ടർ ഹാരിസിനെ ദൈവം രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇവർ വെച്ച അന്വേഷണ കമ്മീഷൻ ആര്? ഇവരുടെ ചിങ്കടികൾ തന്നെയാണ്. ഈ ഹാരിസിന് പിന്നെ വീണ ജോർജിൻ്റെ PA സെക്രട്ടേറിയറ്റിൽ വിളിപ്പിച്ചിരുന്നല്ലോ ഒരു ദിവസം. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ വിട്ട രോഗിയോട് നിങ്ങൾ വേണ്ട രീതിയിൽ പരിഗണന കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ്. അവിടെ എല്ലാവർക്കും തുല്യ പരിഗണന എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്.
ഇതൊക്കെ അവർ നോക്കി വച്ചിരിക്കുകയായിരുന്നു അന്ന്. അപ്പോൾ ഈ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ നമ്മുടെ ആരോഗ്യരംഗം ശുദ്ധീകരിക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല. ഈ 2021 തന്നെ ഇവർ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടാൽ ഇവിടുത്തെ സ്വകാര്യ മേഖല ദുർബലമാകും. സ്വകാര്യ മേഖല ദുർബലമായാൽ പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ട് കുറയും. അതൊരു വലിയ പാർട്ടിക്ക് മാത്രമല്ല പലരുടെയും ഫണ്ടുകൾ കുറയും. അപ്പോൾ അതിനവർ അനുവദിക്കില്ല. അതുകൊണ്ട് സ്വകാര്യ മേഖലയെ പോഷിപ്പിക്കാൻ പൊതുമേഖലയെ തളർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇവരുടെ എല്ലാം സ്ഥിരമായ ഒരു പരിപാടിയാണ്. വലിയ വായിൽ പറയും ഞങ്ങൾ സ്വകാര്യ മേഖലയ്ക്കെതിരാണ്, സ്വകാര്യ മേഖല ബൂർഷ്വാസിയാണ്, അതുകൊണ്ട് അതിനോട് ഞങ്ങൾ എതിരാണ്, പൊതുമേഖലയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്നൊക്കെ വലിയ വായിൽ പ്രസംഗിക്കും. പക്ഷെ പ്രവൃത്തി നേരെ തിരിച്ചാണെന്ന് മാത്രം. ആശുപത്രികളെല്ലാം അതെ, മരുന്നില്ല, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, മറ്റ് സംവിധാനങ്ങളില്ല. എങ്ങനെയെങ്കിലും ഇതിനെ എന്താ പറയുക, ദുർബലപ്പെടുത്തി നശിപ്പിച്ച് അതിനെ ഒരു വഴിക്കാക്കും. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഈ വാർഡുകളിലൊക്കെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കട്ടിലിനടിയിൽ വരെയാണ് ആൾ കിടക്കുന്നത്. വരാന്തയിൽ, ഇടനാഴികളിൽ ഒക്കെ ആൾക്കാർ പാവിരിച്ച്, ചിലർ പാവോലും കാണില്ല, വളരെ പാവപ്പെട്ട ആൾക്കാർ വന്ന് വെറും തുണി നിലത്ത് വിരിച്ച് കിടക്കും, ന്യൂസ് പേപ്പർ വിരിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ഞാൻ പണ്ട്. ഇവരുടെയൊക്കെ നികുതി പണം എടുത്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർക്ക് തിരിച്ചു വേണ്ട തരത്തിലുള്ള സേവനം ഒരു സേവനവും ഇല്ല. എന്തിനു പറയുന്നു സാറേ, കോട്ടയത്ത് ഒരു കെട്ടിടം കെട്ടിയിട്ടിട്ട് എത്ര മാസമാണ് അത് പൂട്ടിയിട്ടത്, തുറന്നു കൊടുക്കാതെ. പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു അമ്മ മരിക്കേണ്ടി വന്നു. ഇപ്പൊ 2021 ഇവർ കോവിഡിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കോവിഡിനെ പ്രതിരോധിച്ചു എന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞ് അതിനോടൊപ്പം PR വർക്കും കൂടെ നടത്തി 21 അവർക്ക് തുടർഭരണവും കിട്ടിയെന്നുള്ളതാണ്. ഈ ആരോഗ്യരംഗവും ഒറ്റ ഈ വകുപ്പ് മതി കേരളത്തിലെ ഭരണത്തെ നിർത്താനും വീഴ്ത്താനും. കാരണം എനിക്കറിയാം ഏറ്റവും കൂടുതൽ പണം ചില മന്ത്രിസഭകളിൽ ഉണ്ടാക്കിയത് ഈ ആരോഗ്യ വകുപ്പിലൂടെയാണ്. ഡോക്ടറുടെ സ്ഥലം മാറ്റത്തിലൂടെയൊക്കെ എന്താണെന്നറിയാമോ, ലക്ഷക്കണക്കിനാണ് വന്ന് മറിയുന്നത്. സാർ, ഈ മരുന്ന് വാങ്ങുന്നതിൽ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ ഉപയോഗിച്ച് മരുന്ന് വാങ്ങുന്നതിലൊക്കെ വലിയ അഴിമതി ആരോപണം മുമ്പ് VS തന്നെ ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിലെ ആരോഗ്യമന്ത്രി VS ശിവകുമാറിനെതിരെയൊക്കെ അന്ന് വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നതാണ്. പക്ഷേ കാര്യമായ അന്വേഷണമൊന്നും നടന്നില്ല. VS ആണെങ്കിലോ അനാരോഗ്യ നിമിത്തം കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ, അദ്ദേഹം ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നന്നായിട്ട് ഫൈറ്റ് ചെയ്തേനെ, അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അത്തരം ഒരു ഫൈറ്റ്, VSന്റെ ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി, ആ ഒരു പോരാട്ട വീര്യം ഏറ്റെടുക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. ആരും അതിന് തയ്യാറുമല്ല. കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ആൾക്കാരെല്ലാം പരസ്പരം സഹായിക്കുന്നത്. അല്ല, ഈ ഡോക്ടർ ഹാരിസിനെ ഇവരിപ്പം എന്ത് ചെയ്യും? സ്ഥലം മാറ്റം നടത്തുമായിരിക്കും അല്ലേ? സ്ഥലം മാറ്റം നടത്തിയാൽ ഏറി വന്നാൽ ഇങ്ങ് കളിക്കവിള മുതൽ മഞ്ചേശ്വരം വരെയല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് അതൊന്നും വലിയ കാര്യമല്ല. കേരളത്തിൽ പോയാലും ജോലി ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ വലിയ പരിവേഷമൊന്നും കാണിച്ചൊന്നും അല്ല അദ്ദേഹം ആശുപത്രിയിലേക്ക് വരുന്നത്. അദ്ദേഹം പറയാറുണ്ടല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനുകൾക്ക് പോലും ഞാൻ പോകാറില്ല, കാരണം എനിക്ക് ആശുപത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് മാത്രമേ ഉള്ളൂ, ആ ഡ്യൂട്ടിയിൽ ഞാൻ ഒന്നും അപഹരിക്കാറില്ല എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെയാണ് ഇപ്പോൾ ഇവർ വേട്ടയാടും. തീർച്ചയായിട്ടും ഇവരുടെ വിചാരം എന്നറിയാം, ജനം ഇത് മറന്നു. അല്ല, മാർക്സിസ്റ്റുകാരുടെ പക ലോക പ്രസിദ്ധമാണ്. പക്ഷെ ജനം ഇത് അങ്ങ് മറന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഇപ്പോൾ എന്താണ്, ഏതൊരു സാധാരണക്കാരനും ഡോക്ടർ ഹാരിസിനെ അറിയാം. അതെ, ഏത് ആശുപത്രി ചെല്ലുന്നു, കേരളം മുഴുവനും അദ്ദേഹം അറിയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ജനക്കൂട്ടം ഉണ്ട്, ജനപിന്തുണ അദ്ദേഹത്തിനുണ്ട്. എന്താ പറയണ്ടേ, നിരാലംബരും നിസ്സഹായരും ദരിദ്രരുമായ രോഗികൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും നമ്മുടെ സർക്കാരിന് ഒരു എന്താ പറയുക, ബോധമുണ്ടാക്കുന്ന, തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കി, അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തി, ഇതൊക്കെയാണ് അവർ ഡോക്ടർ ഹാരിസിൽ കാണുന്ന കുറ്റം. ശസ്ത്രക്രിയ മുടങ്ങി രോഗി മരിച്ചു, അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല.